യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് റിലേഷൻസ്, ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് റിലേഷൻസ് എന്ന ഒരു ഹെഡിങ് കാണാൻ പറ്റും. ആ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ പാരൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ ആൻഡ് എക്സ്പ്രഷൻസ് ഇവിടെ കൊടുത്തിട്ട് എഫക്റ്റീവ്നെസ് ഈറ്റ ഫിസിക്കൽ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എൻ ഇൻറ്റു 1 പ്ലസ് സി divided by 1 plus c. So this is the expression for finding out the effectiveness in the case of parallel flow heat exchanger. Counter flow heat exchanger, it is 1 minus e raised to minus n. Instead of 1 plus c, it is 1 minus c divided by 1 minus 1 plus 1 minus c into extra term. Extra term is numerator same term, that is e raised to minus n into 1 minus c. So ഇത് ബൈ ഹെഡ് ചെയ്ത് വെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്തത് ഈ ഇക്വേഷൻസ് രണ്ടും ബൈ ഹെഡ് ചെയ്യും. അതെങ്ങനെ ബൈ ഹെഡ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുക. 1 മൈനസ് ഇ റൈസ് ടു, ഇവിടെ മൈനസ് n 1 പ്ലസ് സി ആണ്. കൗണ്ടർ ഫ്ലോ വരുമ്പോൾ മൈനസ് ഇൻറ്റു 1 മൈനസ് സി ആണ്. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് സിക്ക് പകരം 1 മൈനസ് സി ആണ്. ഇൻ അഡീഷൻ ദാറ്റ് ന്യൂമറേറ്ററിലുള്ളതിന് വീണ്ടും താഴേക്ക് റിപ്പീറ്റ് ചെയ്യും. ഇ റൈസ് ടു മൈനസ് എൻ ഇൻറ്റു 1 മൈനസ് സി. സോ ഈ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ്നെസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ യൂഷ്വലി ഡെറൈവ് എൻ ടി യു എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ഡാറ്റ ബുക്കിൽ എൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ എൻ ഇൻറ്റു 1 പ്ലസ് സി, ഡാറ്റ ബുക്കുകളൊക്കെ തുറന്ന് നോക്കുക. ദെൻ അപ്പം ഇതിൽ എൻ ടി യു, എൻ സ്റ്റാൻഡ്സ് ഫോർ എൻ ടി യു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സി ഇസിക്കൽ സി മിൻ ബൈ സി മാക്സ് എന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ, സോ എൻ ടി യു എന്താണെന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. Somewhere it is mentioned, otherwise you have to by heart that. That is UA by NTU, or N is equal to UA by C minimum, and C is equal to C min by C max. രണ്ടും ഓർത്തിരിക്കുക. സോ എനിവേ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ കൺസിഡർ ദ ഫോളോയിങ് ഫോർ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. cold water or cold flow enters at 40 degree. Space heat, it is given 20,000 watt per Kelvin. Then hot fluid enters at 150 degree, and the CH heat capacity that is 10,000 watt per Kelvin. So consider the following for the parallel flow heat exchanger. For inlet temperatures, hot fluid is 150 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 150. കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ 40 ഡിഗ്രിയാണ്. ഏരിയ ഇറ്റ് ഈസ് 30 meter square. Overall heat transfer coefficient 500 watt per meter square Kelvin. Determine the heat transfer rate and the exit temperatures. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ
എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാം. എഫക്റ്റീവ്നെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ heat transfer rate നമുക്ക് കണ്ടുപിടിക്കാം. That is effectiveness we know is the ratio of actual heat transfer to the maximum possible heat transfer. So actual heat transfer is equal to effectiveness into Qmax. So effectiveness into Qmax എന്ന് വെച്ചാൽ C minimum into TH1 minus TC1. നമുക്കറിയാം minimum of the C, that is CH and CC, into TH1 minus TC1. ഇൻലെറ്റ് ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്കറിയാവുന്നത്. C minimum നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആക്ച്വലി പ്രോബ്ലത്തിൽ രണ്ട് വാല്യൂ തന്നെ CH 10,000 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, CC ഹീറ്റ് കപ്പാസിറ്റി 20,000 മെൻഷൻ ചെയ്യുന്നത്. ഈ രണ്ട് വാല്യൂടെ കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ആയിട്ടുള്ളത് CH ആണ്. സോ ദാറ്റ് വിൽ ബി ദ C മിനിമം ആൻഡ് CC it is CC will be the C max. അങ്ങനെയാണെങ്കിൽ നമുക്ക് NTU കണ്ടുപിടിക്കാം. NTU is equal to UA by C minimum. U ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 500 തന്നിട്ടുണ്ട്. ഏരിയ ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ട് 30. ഇതിൽ C മിനിമം CH ഉം CCയുടെ കമ്പയർ മിനിമം ആയിട്ടുള്ള 10,000 ആണ്. We will get the value 1.5. And the capacity ratio C, it is a ratio C min to the C max. C minimum it is 10,000, C maximum 20,000. So we'll get C, that is capacity ratio as 0.5. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനകത്ത് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനകത്ത് ഈ രണ്ട് വാല്യൂസ് മാത്രം മതിയാവും. ഡാറ്റ നമുക്ക് നേരെ ഇക്വേഷൻ കോപ്പി ചെയ്യുക, എഫക്റ്റീവ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫക്റ്റീവ്നെസ് -1 minus e raised to minus n. ഡാറ്റ ബുക്കിൽ TU ഇല്ല, -n into 1 plus c divided by 1 plus c എന്നാണ്. അപ്പം അതിൽ നമുക്ക് ഇത് രണ്ട് നോൺ ആണ്. UA by C മിനിമം NTU 1.5 നമുക്കറിയാം, അതോടൊപ്പം കപ്പാസിറ്റി റേഷ്യോ 0.5 എന്നറിയാം. സോ അത് രണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -1.5 then 1 plus c 0.5. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എഫക്റ്റീവ്നെസ് കിട്ടും. എഫക്റ്റീവ്നെസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റീവ്നെസ് ഈസ് ഈക്വൽ ടു Q actual by Q max, maximum possible transfer. So Q actual is equal to effectiveness into Q max. Effectiveness നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്തത് 0.596 into TH1. TH1 എന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് ടെമ്പറേച്ചറിലാണ് Qmax എന്ന് വെച്ചാൽ മാസ് C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. TH1 നമുക്കറിയാം, TH1 ഇത്രയാണ് 150 ആണ്, TC1 എന്ന് വെച്ചാൽ 40 ആണ്. സോ ഗെറ്റ് ദ ഡിഫറൻസ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. യു വിൽ ഗെറ്റ് ഇറ്റ് as 11,000 and multiplying the effectiveness and the maximum possible heat transfer, you will get the actual heat transfer. ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ okay, actual heat transfer കിട്ടിക്കഴിഞ്ഞാൽ again we can find out the temperatures, exit temperatures. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ Q is equal to MC delta T. So the heat lost by the hot fluid from mass flow rate of the hot fluid into specific of the hot fluid into delta T. Delta T is THI and TH1 minus TH2. ഈ മാസ് ഇൻറ്റു സ്പെസിഫിക്കിനെയാണ് നമ്മൾ പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി. അതുകൊണ്ടാണ് MC ഇൻറ്റു CC ദിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് CH ഓർ CC എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ CH ഇൻറ്റു TH1 മൈനസ് THO. Again that's equal to CC, mass into specific ആണ്. So this term it is nothing but mass into specific of the cold fluid.
This CH is nothing but mass into specific of the hot fluid. Okay, so CC into TCO minus TCI. TCO is the exit temperature. Temperature difference under the TCO. TCO on a higher temperature, so TCO minus TCI. That's equal to CH into THI minus THO. Okay, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ദിസ് എക്സ്പ്രഷൻ Q is equal to CC into TCO minus TCI. നമുക്ക് Q അറിയാം, Q നമ്മൾ 655 കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ CC നമുക്കറിയാം, ദെൻ TCO അറിയില്ല, TCI അറിയാം. അപ്പോൾ നമുക്ക് നിന്ന് TCO കണ്ടുപിടിക്കാം. TCO is equal to TCI plus Q by CC. ആ വാല്യൂ 72.78 എന്ന് കിട്ടും. അതുപോലെ THO ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് Q അറിയാം, CH അറിയാം, TH അറിയാം, THO അറിയില്ല. So THO is equal to THI minus Q by CH. So that is 150 minus this term divided by 10,000. So we'll get 84.4. So അങ്ങനെയാണ് ഇക്വേഷൻസ് വഴി നമുക്ക് എഫക്റ്റീവ്നെസ്സും അതോടൊപ്പം തന്നെ എക്സിറ്റ് ടെമ്പറേച്ചേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആണ്? ഹലോ അതുൽ KP, അതുലുണ്ടോ? അതുലില്ല. ഓക്കെ, ആൽബിൻ ജോൺ, ഇത് ക്ലിയർ ആണോ? ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? So then we'll go to the example number 5. Example number 5 പറയുന്നു, say counterflow heat exchanger is used to heat air entering at 400 degree with a flow rate of 6 kg per second by exhaust gas entering at 800 degrees centigrade with a flow rate of 4 kg per second. The overall heat transfer coefficient is 100 watt per meter square Kelvin, and the outlet temperature of the air is 551.5 degrees centigrade. The specific heat at constant pressure for both air and exhaust gas can be taken as 11,000 joule per kilogram Kelvin. Calculate the heat transfer area needed and the number of transfer units. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണ് ഹീറ്റ് എക്സ്ചേഞ്ച്, പാരഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. ഇപ്പോൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ച് നമുക്കറിയാം. സോ ആദ്യം വൈ ആക്സിസ് ടെമ്പറേച്ചർ, എക്സ് ആക്സിസ് ലെങ്ത്, അപ്പം അതിൽ നമുക്ക് ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരും. അതാണ് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ വേരിയേഷൻ. സോ TH1, TH2. അതേപോലെ ഇത് പോസ്റ്റ് എക്സ് ഡയറക്ഷനിലാണ്. കൗണ്ടർ ഫ്ലോ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കോൾഡ് ഫ്ലൂയിഡ് പോകുന്നത്. സോ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരയ്ക്കുക. സോ അതിൻ്റെ ഇൻലെറ്റ് സെല്ല് റൈറ്റ് സൈഡിലാണ് TC1, ദെൻ ലെഫ്റ്റ് സൈഡിലാണ് TC2. ഓക്കെ, ഇപ്പോൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചിന് ആ ഒരു സ്കീമാറ്റിക് ടെമ്പറേച്ചർ, ലെങ്ത്, ഇത് ലെങ്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് എക്സ് ആക്സിസ്. വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ along the length of the heat exchanger വരയ്ക്കുക. അതിനുശേഷം തന്നിട്ടുള്ള ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ഇറ്റ്സ് യൂസ് ടു ഹീറ്റ് ദ എയർ എൻറ്ററിങ് അറ്റ് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പം എയറിൻ്റെ എൻട്രി ടെമ്പറേച്ചർ തന്നിട്ട്, സോ ഇറ്റ് ഈസ് 400 TH1, ഇറ്റ് ഈസ് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. Sorry, heat exchanger used to heat the air entering at 400 degrees centigrade by the flow rate of 6 kg. The exhaust gas entering at 800 degrees centigrade with a flow rate of 4 kg per second. Overall heat transfer. Okay.
അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളത് 800 ആണ്. സോ എക്സോസ് ഗ്യാസ് ആണ് ഹോട്ട് ഫ്ലൂയിഡ്. സോ എക്സോസ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 800 ഡിഗ്രി. 800 ആണ് ഇവിടെ വരുന്നത്. TH1 800 ഡിഗ്രി. ദെൻ ഇറ്റ് യൂസ് ടു ഹീറ്റ് എയർ അറ്റ് 400 ഡിഗ്രി. സോ 400 ഡിഗ്രിയിലാണ് നമ്മുടെ കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, അപ്പം ഇൻലെറ്റ് ടെമ്പറേച്ചേഴ്സും അതിൻ്റെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെയും കോൾഡ് ഫ്ലൂയിഡിൻ്റെയും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ NTU മെത്തേഡാണ്. സോ NTU മെത്തേഡിൽ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന NTU കണ്ടുപിടിക്കാം. NTU കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എയർ ഈസ് ഗിവൺ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ വേണമെങ്കിൽ NTU മെത്തേഡ് LFTD മെത്തേഡും യൂസ് ചെയ്യാം. 551 ഇവിടെ നമ്മൾ യൂസ് ചെയ്ത NTU മെത്തേഡാണ്. സോ 551 എന്ന എക്സിറ്റ് ടെമ്പറേച്ചർ വന്നിട്ട് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ വന്നിട്ട്. സോ ഇത് രണ്ടും തന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ പറയുക Q കണ്ടുപിടിക്കാം. ഏത് ഹീറ്റ് എക്സ്ചേഞ്ചറിലും Q ഇസിക്കൽ ടു 3 എക്സ്പ്രഷൻ ആണ്. മാസ് ഇൻറ്റു സ്പെസിഫിക് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ്, ദാറ്റ്സ് ഇക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് ഇൻറ്റു ഡെൽറ്റ T, ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് ദ കോൾഡ് ഫ്ലൂയിഡ്. സോ ഇവിടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ മാസ് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച്, ടെമ്പറേച്ചർ TCO മൈനസ് TCI. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് LFTD അല്ലെങ്കിൽ NTU ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, NTU കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ UA/C മിനിമം, C മിനിമം കണ്ടുപിടിക്കണം. C മിനിമം C മാക്സ് അത് രണ്ടും വേണം. സോ CH കാൽക്കുലേറ്റ് ചെയ്യുക. CH MH ഇൻറ്റു CPH 4 ഇൻറ്റു 1100 44,000 കിട്ടും. ദെൻ CC ഇസിക്കൽ മാസ് ഫ്ലോ റേറ്റ്. ഇതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ട്, അതുകൊണ്ട് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് 4 kg/s ഇതിനകത്ത് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ട് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ എയർ എൻറ്ററിങ് അറ്റ് 6 kg, അതായത് കോൾഡ് ഫ്ലൂയിഡിൻ്റെത് 6 kg/s ഹോട്ട് ഫ്ലൂയിഡിൻ്റെത് 4 kg/s. കോൾഡ് ഫ്ലൂയിഡ് 6, ഹോട്ട് ഫ്ലൂയിഡ് 4. ഓക്കെ, സോ 6, 4 രണ്ട് പാരാമീറ്റർ തന്നിട്ട് CP രണ്ട് ഫ്ലൂയിഡിൻ്റെയും സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ 11,000 ആണ് രണ്ട് ഫ്ലൂയിഡിൻ്റെയും. സോ വിൽ ഗെറ്റ് 66,000. ഈ രണ്ട് വാല്യൂടെ കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ആയിട്ടുള്ളത് CH ആണ്. സോ CH വിൽ ബി C മിനിമം ആൻഡ് CC വിൽ ബി C മാക്സ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഫർദർ കാൽക്കുലേഷൻ പോകുന്നത്. സോ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ കപ്പാസിറ്റി റേഷ്യോ. ദിസ് റേഷ്യോ ഓഫ് C മിനിമം ബൈ C മാക്സ്. So 44,000 divided by 60,000, 0.667 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം. എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ്പ്രഷൻ ആണ് എഫക്റ്റീവ്നെസ് ഇസ് ഈക്വൽ ടു Q actual divided by Q max. ഓക്കെ, സോ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട്. സോ 999 കിലോവാട്ട് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ തന്നത് ഈ ഒരു വാല്യൂ ആക്ച്വൽ. ദെൻ മാക്സിമം പോസിബിൾ എന്ന് വെച്ചാൽ മാക്സിമം പോസിബിൾ C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. C മിനിമം 44,000 ആണ്. ഇൻലെറ്റ് ടെമ്പറേച്ചർ ഹോട്ട് ഫ്ലൂയിഡ് 800 ആണ്. ഇൻലെറ്റ് ടെമ്പറേച്ചർ കോൾഡ് ഫ്ലൂയിഡ് 400 ആണ്. സോ 800 മൈനസ് 400 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് Q മാക്സ്. സോ എഫക്റ്റീവ്നെസ് Q divided by Q മാക്സ് കിട്ടുമ്പോൾ 0.568 എന്ന്. ഓക്കെ,
അപ്പം ഈ രണ്ട് പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എൻ ടി യു നമുക്ക് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ വെക്കേണ്ട നേരത്തെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതുവഴിയും കണ്ടുപിടിക്കാം. കാരണം എഫക്റ്റീവ്നെസ് അറിയാം, സി അറിയാം, എൻ അറിയാം. സോറി, എൻ അറിയില്ല, എന്നാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സ്പ്രഷൻ ഇതായിരുന്നു. ഇത് കൗണ്ടർ ഫ്ലോയുടെയാണ്, സോറി അത് പാൻ ഫ്ലോയുടെയാണ്. കൗണ്ടർ ഫ്ലോയുടെ എക്സ്പ്രഷനും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എഫക്റ്റീവ്നെസ് അറിയാം, എൻ അറിയില്ല, സി അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ അൺനോൺ ആയിട്ടുള്ള എൻ കണ്ടുപിടിക്കാം. അത് വൺ മെത്തേഡ്, ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഗ്രാഫ് ഉണ്ട്. സോ വി ഹാവ് വൺ ഗ്രാഫ്. The graph connecting effectiveness NTU ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ പ്രോബ്ലം ആൻഡ് സി മിൻ ബൈ സി മാക്സ് എന്ന് പറയുന്ന ഒരു കുറേ നമ്പർ ഓഫ് ഗ്രാഫ്സ് ഉണ്ട്. അപ്പം നമ്മൾ സി മിൻ ബൈ സി മാക്സ് അറിയാം, 0.667. സോ ലെറ്റ് ബി ദിസ് ഗ്രാഫ് 0.667. ആ ഒരു കർവ് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് എൻ ടിയുടെ വാല്യൂ, സോറി എഫക്റ്റീവ്നെസ് വാല്യൂ 0.568 ഇതാന്നിരിക്കട്ടെ. ഇതിന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ കൊടുക്കുക. താഴേക്ക് പൊക്കലിക്ക് ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും, ദാറ്റ് ഈസ് 1.1. ഈ 1.1, this 1.1 it is equal to UA by C. It's equal to UA by C. അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ ഏരിയ ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ is NTU into C minimum divided by U. So 1.1 into 44,000 divided by 100. So we can get the area as 48.4 meter square. Okay. So ഈ രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് പോകുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഒന്ന് സോൾവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ET ലാബിൽ ഷെയർ ചെയ്യും. അത് സോൾവ് ചെയ്തിട്ട് അത് ET ലാബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോബ്ലം, ഈ രണ്ട് പ്രോബ്ലംസ് നോക്കിയതിന് ശേഷം ഈ പ്രോബ്ലം റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നിങ്ങൾ നെക്സ്റ്റ് 1 hour ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ഗിവ് ദ ടൈം അപ് ടു 5 o'clock today. So you just read the question, solve it and upload the same. എന്തായാലും ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ള വിഷയം കോപ്പി ചെയ്യരുത്. അതിന് പകരം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പാർട്ട് റെഫർ ചെയ്യാം, അല്ലാതെ തനിയെ ചെയ്യാൻ നോക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഇതൊരു കോൺസ്റ്റിറ്റ്യൂട്ട്, അതായത് ഓപ്പൺ ഹെഡ് സർജറിയിൽ ബ്ലഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കൂൾ ചെയ്യാറുണ്ട്. അതിനുശേഷം ഓൺസ് സർജറി ഓവറായി കഴിഞ്ഞാൽ വീണ്ടും അതിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്, ഒരു കൗണ്ടർ ഫ്ലോ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പർപ്പസിന് അവർ അതിൻ്റെ ഡയമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻവോൾവ് ഇൻ ദ ട്യൂബാണ് ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 55 mm. The water is at 60 degree and 10 kg per second is used to heat the blood entering the heat exchanger at 80 degree and 0.5 kg per second. What is the temperature of the blood leaving the heat exchanger? The overall heat transfer coefficient is 500 watt per meter square Kelvin and specific is 35,000 joule per kilogram. Okay, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തനിയെ ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട്സ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ രണ്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിന് സംശയം ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം.
Hello. Parthiv. Yes, sir. Parthiv ഇല്ല. So Parthiv absent. സാർ അവന് നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും പറയുന്ന കേട്ട്. Okay. Sharon. Sharon Vinayak. Yes, sir. ഇത് ക്ലിയർ ആണല്ലോ. ആ പ്രോബ്ലം തനിയെ സോൾവ് ചെയ്യാമല്ലോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ത്രൂ വാട്സപ്പോ അല്ലെങ്കിൽ ഞാൻ വിളിക്കുകയോ ചെയ്താൽ മതി. എന്തായാലും നെക്സ്റ്റ് ഓണാവല് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യാം. സോ ഇത് ഞാൻ ET ലെവൽ പോസ്റ്റ് ക്വസ്റ്റ്യൻ ET ലെവൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നാലും നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയാണ്. ജനറോടെ കണ്ടൻസ് എടുക്കുന്നില്ല. നിങ്ങൾ തനിയെ സോൾവ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. ഇന്ന് തന്നെ 5 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യും. ഓക്കെ. എന്തെങ്കിലും സംശയം ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാർ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുമല്ലോ? ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. എക്സാമ്പിൾ 4 ഇതിന്റെ ടൈറ്റിൽ MQ3 എന്നാണ് തോന്നുന്നു ആ ഫയൽ തന്നെ. ഓക്കെ. ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യാം. ET ലെവൽ സോൾവ് ചെയ്ത് സബ്മിറ്റ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു സാർ. Okay, thank you. Attendance, one second. Attendance. Second. Leave attendance എടുത്തിട്ടില്ല. Number 1 present, sir.